നിങ്ങളുടെയൊക്കെ സോഡിയാക് സൈൻ അല്ലെങ്കിൽ രാശിയില്ലേ, അത് ശരിക്കും എവിടുന്നാ വന്നതെന്ന് എപ്പോഴെങ്കിലും ഓർത്തു നോക്കിയിട്ടുണ്ടോ? അപ്പം നമുക്കൊരുമിച്ച് ആ ഒരു കഥയൊന്ന് തേടിപ്പോയാലോ? ഈ രാശിചക്രത്തിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് പുരാതന ബാബിലോണിൽ നിന്നാണ്. അതായത് ഏകദേശം 2500 വർഷം മുൻപ്. അന്ന് പുരോഹിതന്മാർ രാജാക്കന്മാർക്ക് വേണ്ടി ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങളെ നിരീക്ഷിച്ചിരുന്ന ഒരു കാലം. അപ്പോ അന്നത്തെ ജ്യോതിഷം ഇന്നത്തെ പോലെ ആയിരുന്നോ? അല്ലേയല്ല. അതിനെ മണ്ടേൻ അസ്ട്രോളജി എന്നാ വിളിച്ചിരുന്നത്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല. പകരം രാജാക്കന്മാരുടെയും വലിയ രാജ്യങ്ങളുടെയും ഭാവിയൊക്കെ പ്രവചിക്കാനായിരുന്നു. എങ്ങനെയെന്നല്ലേ? ആകാശത്തിലെ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയുമൊക്കെ ദൈവങ്ങളായോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാരായോ കണ്ടിട്ട് അവയുടെ ചലനങ്ങൾ നോക്കിയായിരുന്നു ഈ പ്രവചനം. ഈ ഒരു ഐഡിയ എങ്ങനെയാണ് ലോകം മുഴുവൻ പടർന്നതെന്ന് നോക്കുന്നത് രസമായിരിക്കും. ആദ്യം ഏകദേശം 2500 വർഷം മുൻപ് ബാബിലോണിയൻ പുരോഹിതന്മാർ രാജാക്കന്മാർക്ക് വേണ്ടി ആകാശം നോക്കിത്തുടങ്ങി. പിന്നെ കാലം കുറേ കഴിഞ്ഞു. BC 2-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഈ ആശയം അങ്ങ് ഗ്രീസിലെത്തി. അവിടെ എത്തിയപ്പോൾ സംഭവിച്ചതെന്താ? ഇത് സാധാരണക്കാർക്കിടയിലേക്കും പടർന്നു, ഒരു ജനാധിപത്യവൽക്കരണം പോലെ. പിന്നെ AD 2-ാം നൂറ്റാണ്ടിൽ ടോളമി എന്ന പണ്ഡിതൻ ടെട്രാബിബ്ലോസ് എന്നൊരു പുസ്തകമെഴുതി. അതോടുകൂടി ജ്യോതിഷത്തിന് ഒരു കൃത്യമായ രൂപവും ഘടനയുമൊക്കെ വന്നു. അങ്ങനെയാണ് രാജ്യങ്ങളുടെ ഭാവി പ്രവചിക്കുന്നതിൽ നിന്ന് മാറി ജ്യോതിഷം നിങ്ങളെക്കുറിച്ച്, അതെ, നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിയത്. BC 2-ാം നൂറ്റാണ്ടിൽ ഒരു വലിയ മാറ്റം വന്നു. ഗ്രീക്ക് സംസ്കാരം ബാബിലോണിയൻ പാരമ്പര്യങ്ങൾ ആറ്റെടുത്തപ്പോൾ ഒരു പുതിയ ആശയമുണ്ടായി. അതാണ് നേറ്റൽ ആസ്ട്രോളജി, അതായത് നിങ്ങളുടെ ജനനസമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജ്യോതിഷം. അപ്പോ എന്താണ് ഈ നേറ്റൽ ആസ്ട്രോളജി? സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾ ജനിക്കുന്ന ആ കൃത്യസമയത്ത് ആകാശത്ത് ഗ്രഹങ്ങളൊക്കെ എവിടെയായിരുന്നു എന്ന് നോക്കി അത് നിങ്ങളുടെ സ്വഭാവത്തെയും ജീവിതത്തെയും സ്വാധീനിക്കും എന്നുള്ള വിശ്വാസമാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാത്തരം ജാതകത്തിന്റെയും അടിസ്ഥാനം ഇതുതന്നെയാണ്. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്നറിയുമോ? AD 2-ാം നൂറ്റാണ്ടിൽ ടോളമി എഴുതിയ ആ ടെട്രാബിബ്ലോസ് എന്ന പുസ്തകമില്ലേ, അത് ഇന്നത്തെ കാലത്ത് ജ്യോതിഷികൾ പോലും ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമായി ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഏകദേശം 2000 വർഷത്തോളം ജ്യോതിഷത്തിന്റെ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഈ ഒരൊറ്റ പുസ്തകമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായി ജ്യോതിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായ ഹോറോസ്കോപ്പ് അഥവാ ജാതകത്തിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി നോക്കാം. ഹോറോസ്കോപ്പ്, ഈ വാക്ക് വന്നത് 2 ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ്. ഹോറ എന്നുവെച്ചാൽ സമയം, സ്കോപ്പോസ് എന്നുവെച്ചാൽ നിരീക്ഷകൻ. അപ്പോ സമയത്തെ നിരീക്ഷിക്കുന്നവൻ എന്നൊക്കെ പറയാം. ശരിക്കും ഇതൊരു ചാർട്ടാണ്. ഒരാൾ ജനിക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും മറ്റു ഗ്രഹങ്ങളുമൊക്കെ എവിടെയായിരുന്നു എന്ന് കാണിക്കുന്ന ഒരുതരം ആകാശഭൂപടം. ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമൊക്കെ രേഖപ്പെടുത്തുന്നത് എവിടെയാണെന്നല്ലേ? അതാണ് രാശിചക്രം അഥവാ സോഡിയാക് ബെൽറ്റ്. അതായത് ആകാശത്ത് സൂര്യൻ പോകുന്ന വഴിക്ക് ചുറ്റുമുള്ള ഒരു സാങ്കല്പിക ബെൽറ്റാണെന്ന് വിചാരിച്ചോളൂ. ഈ ബെൽറ്റിനെ 12 തുല്യ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ഈ ഓരോ കഷ്ണങ്ങളെയുമാണ് നമ്മൾ രാശി എന്ന് വിളിക്കുന്നത്. പണ്ടുകാലത്ത് ഈ ഓരോ ഭാഗത്തും കാണുന്ന നക്ഷത്രക്കൂട്ടങ്ങളുടെ പേരുകളാണ് ഓരോ രാശിക്കും കൊടുത്തത്. ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം വരുന്നത്. 2000 വർഷങ്ങൾക്കിപ്പുറം ഈ രാശികളും അവയ്ക്ക് പേരുകൊടുത്ത നക്ഷത്രക്കൂട്ടങ്ങളും ഒക്കെ ഇപ്പോഴും ഒരേ സ്ഥാനത്ത് തന്നെയാണോ നിൽക്കുന്നത്? നിങ്ങൾക്കെന്താ തോന്നുന്നത്? ഉത്തരം അല്ല, ഒരേ സ്ഥാനത്തല്ല. കാരണം നമ്മുടെ ഭൂമിക്ക് ഒരു ചെറിയ ചാഞ്ചാട്ടമുണ്ട്. ഈ ചാഞ്ചാട്ടത്തിനു പറയുന്ന പേരാണ് പ്രസിഷൻ. ഒരു പമ്പരം കറങ്ങുമ്പോൾ അതിന്റെ തല ചെറുതായിട്ടൊന്നാടുന്നത് കണ്ടിട്ടില്ലേ? ഏകദേശം അതുപോലെ നമ്മുടെ ഭൂമിയും അതിന്റെ അച്ചുതണ്ടിൽ വളരെ പതുക്കെയൊന്ന് ചാഞ്ചാടുന്നുണ്ട്. കഴിഞ്ഞ 2000-ത്തിലധികം വർഷം കൊണ്ട് ഈ ചാഞ്ചാട്ടം കാരണം ആകാശത്തിലെ നക്ഷത്രക്കൂട്ടങ്ങളെല്ലാം പതുക്കെ പടിഞ്ഞാറോട്ട് നീങ്ങിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങളുടെ ജാതകത്തിൽ പറയുന്ന രാശി ഏതാണോ ആകാശത്ത്, ശരിക്കും ആ നക്ഷത്രക്കൂട്ടം ഇപ്പോൾ അവിടെയല്ല ഉള്ളത്. അപ്പോ ഈ കാര്യത്തിലൊക്കെ സയൻസ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം, അല്ലേ? സയൻസിന്റെ കണ്ണിൽ ജ്യോതിഷം ഒരു കപടശാസ്ത്രമാണ്, അതായത് സ്യൂഡോ സയൻസ്. കാരണം അതിന്റെ അവകാശവാദങ്ങൾക്ക് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നല്ലേ? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ജനിക്കുമ്പോൾ ഒരുപാട് ദൂരെയുള്ള ഗ്രഹങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ശക്തിയെയും, അതായത് ഒരു ഫിസിക്കൽ മെക്കാനിസത്തെയും ശാസ്ത്രത്തിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 2,
ജ്യോതിഷത്തിന്റെ പ്രവചനങ്ങളൊക്കെ ശരിയാണോ എന്ന് നോക്കാൻ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ ഇത് പരാജയപ്പെട്ടു. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇത് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഏകദേശം 2000 വർഷം പഴക്കമുള്ള അറിവുകളെയാണ്, ആധുനിക ഫിസിക്സ് വരുന്നതിനും എത്രയോ മുൻപുള്ള കാലത്തെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇത് വളരെ ക്ലിയർ ആകും. നിങ്ങൾ ജനിക്കുമ്പോൾ ചൊവ്വാഗ്രഹം നിങ്ങളുടെ ശരീരത്തിൽ ചെലുത്തുന്ന ഗ്രാവിറ്റി, അതായത് ഗുരുത്വാകർഷണ ബലം എത്രയാണെന്ന് വെച്ചാൽ അതിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കും പ്രസവമെടുക്കുന്ന ഡോക്ടർ നിങ്ങളുടെ മേൽ ചെലുത്തുന്ന ഗ്രാവിറ്റി. അപ്പോ പിന്നെ ചൊവ്വ എങ്ങനെ സ്വാധീനിക്കാനാണ്? നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന്. അപ്പൊ ഈ നേറ്റൽ അസ്ട്രോളജിയുടെ പ്രവചനങ്ങൾക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന് ഈ പഠനങ്ങളൊക്കെ കണ്ടെത്തിയെന്നറിയാമോ? വട്ടപൂജ്യം. അപ്പൊ പിന്നെ ജ്യോതിഷം കൊണ്ട് ഒരു ഗുണവുമില്ലേ? അതിന്റെ യഥാർത്ഥ പാരമ്പര്യം എന്താണ്? നക്ഷത്രങ്ങൾ ശരിക്കും നമുക്കെന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഉണ്ട്. ജ്യോതിഷത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് വെച്ചാൽ ആകാശത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനുമുള്ളൊരാഗ്രഹം മനുഷ്യരിൽ ഉണ്ടാക്കിയെന്നതാണ്. ആകാശത്തിലെ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ചലനങ്ങളൊക്കെ പഠിക്കാൻ അതൊരു വലിയ പ്രചോദനമായി. അതായത് സംഭവിച്ചത് ഇങ്ങനെയാണ്. ആദ്യം ഭാവി പ്രവചിക്കാനുള്ള ആഗ്രഹം, അതായത് ജ്യോതിഷം. ഈ ആഗ്രഹം കാരണം ആകാശത്തെ കൃത്യമായി നിരീക്ഷിക്കാനും അളക്കാനും തുടങ്ങി. അങ്ങനെ ഡേറ്റ ശേഖരിച്ചു. ഈ ഡേറ്റയിൽ നിന്നാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ശാസ്ത്രം, അതായത് ജ്യോതിശാസ്ത്രം അഥവാ അസ്ട്രോണമി വളർന്നുവന്നത്. അപ്പോ അവസാനത്തെ ചോദ്യം ഇതാണ്: ജ്യോതിഷത്തിന് പ്രവചിക്കാൻ കഴിയില്ലെന്ന് ശാസ്ത്രം പറയുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മളിൽ പലരും ഇന്നും ഉത്തരങ്ങൾക്കും ഒരാശ്വാസത്തിനുമായി ആകാശത്തേക്കും നക്ഷത്രങ്ങളിലേക്കും നോക്കുന്നത്? ഇതൊരുപക്ഷേ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, അല്ലേ?